Hi students, today's topic of discussion is the radial and angular functions and the distribution curves, that is radial distribution curves and angular distribution plots. That is from the solution of Schrodinger equation of for the electron in hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ സോൾവ് ചെയ്തപ്പം സൊല്യൂഷൻ കിട്ടിയത് എന്തായിരുന്നു? റേഡിയൽ ഫംഗ്ഷനും അതേപോലെ ആംഗുലാർ ഫംഗ്ഷനുമാണ്. റേഡിയൽ ഫംഗ്ഷനാണ് radial function is RNLR. This is the solution of hydrogen atom, electron in an hydrogen atom, in terms of spherical polar coordinates. There is RNL is the radial wave function, and this depends upon the quantum numbers n and l. Okay, and next is the angular wave functions. It is angular, capital letter theta and small letter theta. Capital letter phi depends on quantum number m. Small letter phi, you can write like this. Small letter phi can be written like this. Okay, so this is the angular wave function. So by the solution of Schrodinger equation for the electron in hydrogen atom in terms of spherical polar coordinates, we got these solutions that represent the radial wave function and angular wave function. And radial wave function depends upon these two quantum numbers, that is n, l. And the angular wave function is these two are angular wave function, and this depends upon the quantum number. First one depends upon L and M, and this only depends upon M. Okay, this is the solution of Schrodinger equation for the electron in hydrogen atom, that gives the idea about radial and angular functions. ഓക്കെ, അപ്പോൾ ആംഗുലാർ ഫങ്ഷൻസ് എന്താണ്, റേഡിയൽ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൊല്യൂഷനാണ്, അതായത് അതിൻ്റെ സൊല്യൂഷനാണ് റേഡിയൽ ഫങ്ഷനും ആംഗുലാർ ഫങ്ഷനും. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഏകദേശം ഇലക്ട്രോൺ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതിനുള്ള ഐഡിയ തരുന്നതാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഇനി വാട്ട് യു മീൻ ബൈ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്? Now we are going to discuss about distribution curves of radial distribution curve എന്ന് പറഞ്ഞാൽ റേഡിയൽ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കർവും വരയ്ക്കാൻ പോവാണ്, അതേപോലെ ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ കർവും വരയ്ക്കാൻ പോവാണ്. അപ്പം റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഐഡിയ ഓഫ് റേഡിയൽ ഫംഗ്ഷൻ. ഈ റേഡിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഐഡിയ RNL, ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി ആംഗുലാർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഫങ്ഷൻസിന് എന്തൊക്കെയാണ് തരുന്നത് നമുക്ക്? അപ്പം ആംഗുലാർ ഫങ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തീറ്റ എൽ എമ്മും അതേപോലെ ഫൈ എമ്മും ആണ്. അപ്പം ഇതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആംഗുലാർ ഫങ്ഷൻ്റെ അകത്തുനിന്ന് എന്താണ് കിട്ടുന്നത്? എന്ത് ഐഡിയ ആണ് തരുന്നത്? എല്ലും എമ്മും. അപ്പോൾ എല്ലും എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ല് നമുക്ക് തരുന്നത് എന്താണ്? ഷേപ്പ് ഓഫ് ദ ഓർബിറ്റലാണ്. This is the azimuthal quantum number which gives an idea about the shape of the orbitals. And m എന്താണ്? അതിൻ്റെ ഓറിയൻറ്റേഷൻ ആണ്. അപ്പം അതിൻ്റെ ഏതൊക്കെ എക്സ്, ഇപ്പോൾ പി ആണെങ്കിൽ അതിന് XYZ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ PZ, PX, PY, PZ എന്ന് പറയും. അപ്പോൾ ഡി ആണെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഓറിയൻറ്റേഷനും തരുന്നുണ്ട്. അപ്പോൾ ആംഗുലാർ
ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഐഡിയ തരുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ആംഗുലാർ ഫങ്ഷൻ. അപ്പോൾ ഈ റേഡിയൽ വേവ് ഫങ്ഷനും ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ, റേഡിയൽ വേവ് ഫങ്ഷനും അതേപോലെ ആംഗുലാർ വേവ് ഫങ്ഷൻ്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ, റേഡിയൽ വേവ് ഫങ്ഷൻ ആൻഡ് ആംഗുലാർ വേവ് ഫങ്ഷൻ. അപ്പം എക്സാക്ട്ലി എന്താണോ അത് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പം ആംഗുലാർ വേവ് ഫങ്ഷൻ എന്ന് പറയുമ്പം ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് തരുന്നുണ്ട്, അതിൻ്റെ ഓറിയൻറ്റേഷനും പറയുന്നുണ്ട്. അപ്പോൾ ആ ഷേപ്പ് പറയുന്ന അതിൻ്റെ ഓറിയൻറ്റേഷനും കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടായിരിക്കും തരുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് എന്താ കിട്ടുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് പറയുമ്പം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ എന്താ തരുന്നത്? ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ നിന്ന് എവിടെയാണെന്നുള്ള ആ കറക്റ്റ് ഡിസ്റ്റൻസ് ആണ് തരുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഒക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഗ്രാഫിൽ. So it's simply a graphical representation of the radial wave function and angular wave function. Okay, before going to that, let's see what is actually the node means. Node പഠിച്ചിട്ടുണ്ട്. So node എന്ന് പറഞ്ഞാൽ എന്താ? Zero probability of finding the electron. ഓക്കെ അല്ലേ? ഇലക്ട്രോണിനെ കാണാൻ സീറോ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ സീറോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? അവിടെ ഇലക്ട്രോൺ ഉണ്ടാവില്ല. Okay, that is the place devoid of electrons. ഇലക്ട്രോൺ ഇല്ലാത്തൊരു സ്പേസ് ആയിരിക്കും അത്. സോ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് പറഞ്ഞിട്ടുണ്ട് നോൺ ഡയറക്ഷണൽ ആണ്. ജസ്റ്റ് ലൈക്ക് എ സ്പെറിക്കൽ ബോൾ അല്ലേ? ഇപ്പോൾ 1s ആയാലും 2s ആയാലും ഇവിടെ നോക്കിയാൽ എന്താണ്? 1sൻ്റെ കേസ് ആയാലും 2sൻ്റെ കേസ് ആയാലും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 1s ജസ്റ്റ് സ്പെറിക്കൽ ബോളാണ്. അതേപോലെ 2sഉം 3sഉം അതിൻ്റെ സൈസ് കൂടുന്നതെന്ന് മാത്രം. സോ എക്സും വൈയും അതിനൊരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഇല്ല. എവിടെ ആയാലും എക്സും വൈയും സെഡും എല്ലാം ഉണ്ടെന്ന് പറയാം. ഇറ്റ് ഡസൻറ്റ് ഹാവ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഓക്കെ, ഒരു സ്പെറിക്കൽ ബോൾ പോലെയാണ്. സോ ഇതിൽ നോഡ്സ് എന്ന് പറഞ്ഞാൽ സീറോ പ്രോബബിലിറ്റി ടു ഫൈൻഡിങ് ദി ഇലക്ട്രോൺസ് ആണ്. സീറോ പ്രോബബിലിറ്റി ടു ഫൈൻഡിങ് ദി ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടെ ന്യൂക്ലിയസ് ആണിത്, ജസ്റ്റ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഉള്ളത് എന്താണ്? 1s ഓർബിറ്റലാണ്. 1s ഓർബിറ്റലാണ്. ഓക്കെ, ഇനി 1s കഴിഞ്ഞാൽ ഒരു സ്പേസ് കാണുന്നുണ്ടാവും. 1s കഴിഞ്ഞാൽ കുറച്ചൊരു സ്പേസ് കാണുന്നുണ്ടാവും. ദാറ്റ് ഈസ് ദ നോഡ്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിൽ ഇലക്ട്രോൺ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 2s വരുന്നത്. ആ 2sലാണ് സ്പേസ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 2s. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു വൈറ്റ് സ്പേസ് കാണുന്നുണ്ടാവും. അവിടെയും എന്തുണ്ടാവില്ല? ഇലക്ട്രോൺ ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 3s ഓർബിറ്റൽ വരുന്നത്. 3s. സോ അവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പം അതിൽ നോഡ് കണ്ടുപിടിക്കും. നോഡൽ റീജിയൻ അല്ലെങ്കിൽ നോഡ്സ് എത്ര ഉണ്ട് നോക്കാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത് 1s ആണ്, ഇത് 2s ആണ്. അതിൻ്റെ ഇടയിൽ എത്ര നോഡുണ്ട്? ഒരു നോഡാണുള്ളത് അല്ലേ? 1sൻ്റെയും 2sൻ്റെ ഇടയിൽ ഒരു നോഡുണ്ട്. ഇനി അതേപോലെ ഇത് 2s ആണ്, ഇത് 3s ആണ്. ഈ 2sൻ്റെയും 3sൻ്റെയും ഇടയിൽ എത്ര നോഡുണ്ട്? ഒരു നോഡുണ്ട്. അപ്പോൾ നോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കൺസെപ്റ്റ് നോഡ് എന്ന് പറയുന്നത്. നോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ യൂസിങ് ദ ഫോർമുല n - l - 1. ഇതാണ് നോഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല, n - l - 1. അപ്പോൾ n എന്താണെന്ന് നിങ്ങൾക്കറിയാം, l എന്താണെന്ന് അറിയാം. n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് നോഡ് കണ്ടുപിടിക്കാനും പറ്റും. സോ എക്സാക്ട്ലി നോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ കൺസെപ്റ്റ്. ആ ഒരു റീജിയനെയാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. പ്ലോട്ട്സ് വരക്കും ഫോർ 1s 2s 3s. ഇനി 3p 2pൻ്റെ കേസിലും വരക്കും, 3pൻ്റെ കേസിലും വരക്കും. പിന്നെ 3d ആണുള്ളത്. 1d ഒന്നും ഇല്ലല്ലോ, 2dയും ഇല്ല, 3d ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡി ഓർബിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 3 എന്നാണ്. n = 3 എന്നാണ് ഡി ഓർബിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ പി ഓർബിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ 1p ഇല്ലല്ലോ, 2p ആണ്. n = 2 വരുമ്പോഴാണ് അവിടെ പി ഓർബിറ്റലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിലൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഫൈൻ.
സോ ഇവിടെ നോക്കുക, 1s നോഡുണ്ടോ? 1s നോഡില്ല, ഇറ്റ്സ് ഡിവൈഡ് ഓഫ് നോഡ്. നെക്സ്റ്റ് 2s കേസിൽ നോക്കുക, 2s നോഡുണ്ടോ? 2s ഒരു നോഡുണ്ട്. ഓക്കെ, ഇനി 3s കേസിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 3s എത്ര നോഡുണ്ട്? 2 നോഡുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം, n-l-1 ഫോർമുല യൂസ് ചെയ്തിട്ട്. 1s കേസിൽ n = 1 ആണ്, l എത്രയാണ്? l 0 ആണ് അല്ലേ, -1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 0 നോഡ്. ഓക്കെ, ഇനി 2s കേസിൽ അതേപോലെ ഫോർമുലയിൽ n-l-1, n = 2 ആണ്, l എന്താണ്? 0 ആണ്, -1. ഇപ്പോൾ 2 - 1 1 ആണ്, 1 ആണ് ഇതിൻ്റെ നോഡ്. അപ്പോൾ നോഡ് എത്ര? 1 തന്നെയാണ് ഉള്ളത് അല്ലേ. നെക്സ്റ്റ് ഇതിൻ്റെ കേസിൽ എന്തായിരിക്കും? n-l-1. അപ്പോൾ n 3 ആണ് 3s കേസിൽ, l എന്താണ്? 0 ആണ്, -1. അപ്പോൾ എത്രയാണ്? 2. അപ്പോൾ 2 നോഡായിരിക്കും. 2 നോഡല്ലേ, ഒരു നോഡ് ഇവിടെ, ഒരു നോഡ് ഇവിടെ. അപ്പോൾ ഇതാണ് നോഡിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ 4πr² r² nl. What do you mean by this? This term 4πr² r² nl. അതായത് എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്പെറിക്കലാണ്. അപ്പം ഈ നോഡൽ റീജിയണും അതേപോലെ ഇലക്ട്രോൺ കാണുന്ന റീജിയണും സ്പെറിക്കലായിട്ടാണുള്ളത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ നേച്ചർ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്. ഇലക്ട്രോൺ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് അറിയാം. ഇനി പി ഓർബിറ്റലായാലും ഡി ഓർബിറ്റലായാലും ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും? ആ ഒരു ഇലക്ട്രോൺ കാണാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഷേപ്പ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം എഫ് ഓർബിറ്റലായാലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പാണ് അതിന്. അപ്പോൾ ആ ഇലക്ട്രോൺ എഫ് ഓർബിറ്റലിൽ ഇങ്ങനെയൊക്കെ കാണാം. അതിൻ്റെ ഓറിയൻറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷനാണ് എം എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പേഴ്സിൽ പറയുന്നത്. സോ ഇലക്ട്രോൺ കാണാനുള്ള ഈ സാധ്യതയെ, അതായത് പ്രോബബിലിറ്റിയെ പറയും റേഡിയൽ പ്രോബബിലിറ്റി എന്ന് പറയും. സോ radial probability that we are representing by using 5, that we are here representing by this term, 4πr² r² nl. Okay, by using this term we are finding the probability. That is, this is the term representing the probability. പ്രോബബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഈ 4πr² r² nl എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് പറയുമ്പം ψ², ഈ ഒരു ടേമാണ് എന്ത്? ψ² dx എന്ന് പറഞ്ഞ ടേമാണ്, അല്ലെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്യുന്ന ടേമാണ് പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ ഇലക്ട്രോൺ അല്ലേ. അതായത് ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയാണ്. അത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട് നോർമലൈസേഷൻ കണ്ടീഷൻ പഠിക്കുമ്പോൾ. അപ്പോൾ അത് പ്രോബബിലിറ്റിയാണ്. ψ² ദാറ്റ് അല്ലെങ്കിൽ ψ × ψ അല്ലെങ്കിൽ ψ² dx, ഈ ഒരു ടേമിനെ പ്രോബബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ like that, here we are telling the concept, that is 4πr² r² nl is the probability to find the electron. അതായത് r² nl എന്ന് പറയുന്നത് മാത്രം ഒരു കൺവീനിയൻസ് ആയ ഒരു ടേം അല്ല, ഇതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. അതിന് 4πr² കൂടി ആഡ് ചെയ്യണം. അപ്പം ഇതിൻ്റെ കേസിൽ ഒരു സ്പെറിക്കൽ ഷെല്ലായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു സ്പേസിലാണല്ലോ പ്രോബബിലിറ്റി. ഇപ്പോൾ 1s ആണെങ്കിലും 2s ആണെങ്കിലും ഈ ഒരു റൗണ്ട് സ്പേസ് ആണ്. അപ്പോൾ ഇതൊരു സ്പെറിക്കൽ ഷെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. യു ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഹാസ് എ സ്പെറിക്കൽ ഷെൽ. ഇത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സ്പെറിക്കൽ ഷെൽ അറ്റ് എ ഡിസ്റ്റൻസ് r. ഈ r എന്ന് പറയുന്നത് എന്താണ്? റേഡിയൽ ഡിസ്റ്റൻസ് ആണ്.
റേഡിയൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയും. അപ്പോൾ റേഡിയൽ ഡിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 1s കേസിലാകുമ്പം ഇൻ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് നിന്ന് 1s ഓർബിറ്റിലേക്കുള്ള ദൂരം, അതാണ് റേഡിയൽ ഡിസ്റ്റൻസ്. ഇൻ 2s ആണെങ്കിൽ 2s ഓർബിറ്റിലോട്ടുള്ള ദൂരം, അതാണ് റേഡിയൽ ഡിസ്റ്റൻസ്. സോ 4πr² എന്ന് പറയുന്നത് ഒരു വോളിയം ഓഫ് ദ സ്പെറിക്കൽ ഷെല്ലാണ്. ഓക്കെ, 4πr² എന്ന് പറയുന്ന ഈ ടേം r²nl, ഈ ടേം എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. r²nl ഇൻറ്റു വോളിയം ഓഫ് ദ സ്പെറിക്കൽ ഷെൽ. So what is the volume of the spherical shell? It is 4πr² dr. ഈ dr എന്താണ്? സോ ഇതിൽ dr എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? dr എന്ന് പറയുമ്പം ഒരു ചെറിയൊരു വോളിയം ഓഫ് സ്പെറിക്കൽ ഷെൽ. ഈ ഒരു dr കറസ്പോണ്ടിങ് ആയിട്ടാണ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ വോളിയം എലമെൻറ്റ് പറയുന്നത്. അതായത് dr എന്ന് പറഞ്ഞാൽ ഒരു വോളിയം എലമെൻറ്റ്. dr എന്ന് പറഞ്ഞാൽ അത്രയും സ്പേസ് കുറവായിരിക്കും. ഓക്കെ, ഇതാണ് റേഡിയൽ ഡിസ്റ്റൻസ്. ഈ സെൻറ്ററിൽ നിന്ന് ഓരോ, അതായത് 1s 2s 3s ലേക്കുള്ള ആ ദൂരം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഏറ്റവും മാക്സിമ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാക്സിമ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് 1s നിൽക്കണമെങ്കിൽ 1s ദൂരം, അല്ലെങ്കിൽ 2s 2s ദൂരം, അല്ലെങ്കിൽ 3s 3s മാക്സിമം ഡിസ്റ്റൻസ് ആണ് റേഡിയൽ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് വി ആർ പ്ലോട്ടിങ് ഹിയർ. ഈ മാക്സിമ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ 4πr²nl ഈ ഒരു ടേം എന്തിനു ഇൻട്രൊഡ്യൂസ് ചെയ്തു? r²nl മാത്രം എടുത്താൽ പോരെ? അത് പറ്റൂല. അതായത് റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ടു ഫൈൻഡിങ് എ ഇലക്ട്രോൺ ഇൻ ദാറ്റ് വോളിയം. അപ്പോൾ സ്ഫെറിക്കൽ ഷെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? സ്ഫെറിക്കൽ ഷെല്ല് പോലെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ വോളിയം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ടോട്ടൽ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഈസ് 4πr² ഇൻറ്റു r²nl. dr എന്ന് പറയുന്നത് എന്താണ്? ചെറിയ വളരെ ചേഞ്ച് ഇൻ r ആണ്. അതായത് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഈ ഒരു ടേം നമുക്ക് തരുന്നത് എന്താണ്? എന്ത് ഐഡിയ ആണ് തരുന്നത്? ഇറ്റ് ഈസ് ഇലക്ട്രോണിനെ കാണാനുള്ള ഏറ്റവും കൂടുതലുള്ള സാധ്യത. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ബീയിങ് ഇൻ സ്ഫെറിക്കൽ ഷെൽ അറ്റ് ലീസ്റ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ ന്യൂക്ലിയസ്. ഈ r എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ r ആണ്. അറ്റ് ലീസ്റ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ ന്യൂക്ലിയസ്. ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ദ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്? ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റേഡിയൽ വേവ് ഫംഗ്ഷൻ ആണ് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ അതെങ്ങനെയാണ് വരക്കുന്നത്? അലോങ് ദ എക്സ് ആക്സിസ് വി ആർ പ്ലോട്ടിംഗ് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് r. ഇവിടെ r ആണ് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിലാണെങ്കിൽ എന്താണ്? പ്രോബബിലിറ്റിയും കൂടെയാണ്. ഇത് പ്രോബബിലിറ്റിയാണ് വൈ ആക്സിസിൽ. ഓക്കെ, so this is called the radial probability distribution function or simply radial distribution function. ഇതിനെയാണ് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേമിനെയാണ് പറയുന്നത്. ഈ ഒരു ടേമിനെയാണ് റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലോട്ട് എങ്ങനെയാണ് വരക്കുന്നത്? കേവ് എങ്ങനെയാണ്? ദറ്റ് ഈസ് പ്ലോട്ട് ഓഫ് റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ 4πr²r²nl against r. This is the radial distance from the nucleus.
Radial distance from the nucleus. That is called radial distribution curve. ഇതിനെയാണ് curve എന്ന് പറയുന്നത്. ഇനി ഈ curve എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് അങ്ങനെ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 4πr square n എന്ന് പറയുന്നത് probability to find the maximum probability to find the electron density. Okay, probability of finding the electron density. r എന്ന് പറയുന്നത് radial distance ആണ്. Okay, radial distance. Next, maximas, number of maximas. The maximas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു maximas എന്നാണ് ഈ ഒരു point, number of maximas. That denotes actually if you are plotting for 1sൻ്റെ കേസിലാണ് പ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1s ഇതാണല്ലോ, ഇത് ന്യൂക്ലിയസ്, ഇത് 1s. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന മാക്സിമ. ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു മാക്സിമ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പോയിന്റ്, അതായത് നമ്പർ ഓഫ് മാക്സിമ. അപ്പം റേഡിയൽ ഡിസ്റ്റൻസ് ആണ് അവിടെ ആക്ച്വൽ മാക്സിമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. മാക്സിമ എങ്ങനെ കാണാം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ നോഡ്സ് കാണാം, നോഡിനും ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നോഡിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നോഡ് ഈക്വൽ ടു n മൈനസ് എൽ മൈനസ് 1 ആണ്. അപ്പോൾ ഇത് 1sൻ്റെ കേസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ 1sൻ്റെ കേസിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എത്ര നോഡ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ എത്ര നോഡ് ഉണ്ടാവും? 1sന് 0 നോഡാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1sന് 0 നോഡാണ്, അപ്പം 0 നോഡായിരിക്കും. ഇനി മാക്സിമം എങ്ങനെ കാണാം? നമ്പർ ഓഫ് മാക്സിമ by using the equation n minus l. Not n minus l, n minus 1. It is n minus 1. Okay, അപ്പോൾ n minus 1 എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് അല്ലേ, 1 ആണ്. 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ മാക്സിമ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് മാക്സിമ, I'm sorry, the equation for maxima is n minus l, and here it is 1s. We are plotting the graph for 1s, and n is 1, and for s subshell, what is the value of l? L is having 0 value, that is 1 minus 0, that is equal to 1. That is 1 maxima and 0 node. So we want to plot the graph for 1s having 0 node. 0 node ആണെന്ന് ഓൾറെഡി നേരത്തെയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ 0 നോഡാണ് 1sന് ഉണ്ടാവുക. 1sന് നോഡില്ല. മാക്സിമ 1 ആണ്. അപ്പോൾ മാക്സിമം 1 വെച്ചിട്ട് വരക്കണം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു ഇങ്ങനൊരു ഇത് വരക്കുക. 1sൻ്റെ കേസിൽ ഒറ്റൊരു മാക്സിമേ ഉള്ളൂ, ഇതിൽ നോഡില്ല. ഈ ഒരു ഗ്രാഫിൽ നോഡില്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾ തന്നെ സ്വന്തമായി പ്ലോട്ട് ചെയ്ത് നോക്കുക. 2sൻ്റെ കേസിലൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. 2sൻ്റെ കേസ് ആകുമ്പം നോഡ് ഉണ്ടോ ചെക്ക് ചെയ്യുക. n മൈനസ് എൽ മൈനസ് 1. അപ്പോൾ n എന്ന് പറയുന്നത് 2, l 0, മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നോഡ് n മൈനസ് 1 is equal to 1. 2 minus 1 that is equal to 1 അല്ലേ, 1. ഇനി നമ്പർ ഓഫ് മാക്സിമ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താ? n മൈനസ് എൽ ആണ്. n മൈനസ് എൽ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 2 മൈനസ് 0, ഇവിടെ 2. അപ്പോൾ 2 മാക്സിമയും വേണം, ഒരു നോഡും വെച്ചിട്ടാണ്, ഒരു നോഡും 2 മാക്സിമം വെച്ചിട്ട് 2sൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. സോ ഈ ഡിസ്റ്റൻസ് എന്താണ്? ന്യൂക്ലിയസിൽ നിന്ന്, ഇതിപ്പോൾ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് 1s, ഇത് 2s ആണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് 2sലോട്ടുള്ള ആ ദൂരമാണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ 2s വരക്കുമ്പം അതിലെന്തും കൂടെ ഉണ്ടാവും? 1sഉം കൂടെ ഉൾപ്പെടും അല്ലേ.
1s അതിൻ്റെ ഉള്ളിലാണ്. അപ്പം അതാണ് ഇതിന് 2 കേർവ്സ് വരുന്നത്, 2 മാക്സിമ വരുന്നത്. ഓക്കെ, സോ 2sൻ്റെ പ്ലോട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? 2 മാക്സിമ ഉണ്ടാവും, ഒരു നോഡും. ദ ട്രഫ് റെപ്രസെൻറ്റ് ദ നോഡ്. ഇതാണ് നോഡ്, നോഡൽ റീജിയൻ. The trough of this graph represent the node. So ഒരു നോഡ് വരക്കുക, 2 മാക്സിമ. ഓക്കെ, 1s 2s. 2sൽ 1sഉം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം വരക്കാൻ. ഓക്കെ, അപ്പോൾ 2 നോഡ് ഉണ്ടാവും, ഒരു നോഡ് ഉണ്ടാവും, 2 മാക്സിമ. നൗ നെക്സ്റ്റ് 3sൻ്റെ കേസിൽ വരച്ചു നോക്കുക. 3sൻ്റെ കേസിൽ പിന്നെ നോഡ് n മൈനസ് This 2 is the node. There are 2 nodes, and how many maximas for 3s? How many maximas? n minus l. That is n is 3, 3 minus l value 0. It is 3 maximas. Okay, you can plot. This is the graph 2, 3, and there are 2 nodes. These are the nodal region. Okay, these are the nodal region. So what we are doing is the graphical representation of the radial function. Radial function the graphical representation. 1s orbital, 2s orbital, 3s orbital ന്റെ graphical representation ആണ് ചെയ്യുന്നത്. ഇനി 2pൻ്റെ curve വരച്ചു നോക്കുക. 2p curve for 2p. 2p ആകുമ്പം നോഡ് കണ്ടുപിടിക്കുക. n minus l minus 1. n is equal to 2. L is equal to എത്രയാണ് വരിക? P ആവുമ്പം L 1 ആണ്. ഓക്കെ, അപ്പോൾ 2 മൈനസ് 1 മൈനസ് 1 എത്രയാണ്? 2 മൈനസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 2pൻ്റെ കേസിൽ എന്താണ്? 0 നോഡാണ്. മാക്സിമം എത്രയായിരിക്കും? n മൈനസ് l ആണ് ഇക്വേഷൻ. സോ 2 മൈനസ് എത്രയാണ്? ഒരു മാക്സിമം 0 നോഡും വെച്ചിട്ട്. അപ്പോൾ ഗ്രാഫ് ഇവിടെ കാണുന്നില്ലേ? 2p. The graph for 2p is here. That is 0 node and 1 maxima. Now next for 3D. 3Dൻ്റെതും ഇനി 3pൻ്റെതും കൂടെ ഉണ്ട് വരക്കാൻ. ഇത്രയും ഗ്രാഫാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3pൻ്റെ ഗ്രാഫ് വരക്കുമ്പം നോഡ് കണ്ടുപിടിക്കുക. ഇതേപോലെ n മൈനസ് l മൈനസ് 1. 3 മൈനസ് 1 മൈനസ് 1. 3 minus 2. 3 minus 2, that is equal to 1. That is 1 is the node for 3p. 3pൻ്റെ കേസിൽ ഒരു നോഡ് ഉണ്ടാവും. 3pൻ്റെ കേസിൽ അതുപോലെ മാക്സിമം നോക്കുക, n മൈനസ് എൽ. സോ 3 മൈനസ് എൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 മാക്സിമം ഉണ്ടാവും. 2 മാക്സിമം വെച്ചിട്ട് നോക്കുക. 3pൻ്റെ ഗ്രാഫ് ഇവിടെ കാണുന്നില്ലേ? ഇനി ഫൈനലി 3Dയും കൂടി ലാസ്റ്റ് വരക്കാം. 3Dൻ്റെ കേസിലൊന്ന് വരച്ചു വെക്കുക. നിങ്ങൾ തന്നെ ഇത് കണ്ടുപിടിച്ച് നോക്കുക. n മൈനസ് എൽ മൈനസ് 1. അപ്പോൾ എത്ര വരിക? n മൈനസ് എൽ മൈനസ് 1. 3 മൈനസ് എൽ എന്ന് പറയുമ്പം ജസ്റ്റ് പോസ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുക 3Dൻ്റെ ഗ്രാഫ് എന്താണെന്നുള്ളത്. എൽ എന്ന് പറയുമ്പം എൽ എത്രയാണ് വരിക? Can you guess? For 3D subshell, what is the value of L? L എത്രയായിരിക്കും വരിക? L 2 ആയിരിക്കും. 2 ആയിരിക്കും വരിക അല്ലേ? ഇപ്പോൾ 3 മൈനസ് 2 മൈനസ് 1 0. ഇപ്പോൾ നോഡുണ്ടോ? നോഡില്ല. ഡിക്ക് നോഡില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മാക്സിമം കണ്ടുപിടിക്കുക. n മൈനസ് എൽ ആണ്. സോ n മൈനസ് എൽ എന്ന് പറയുമ്പം 3 മൈനസ് 2 ഇറ്റ് ഈസ് 1. ഒരു മാക്സിമാണ് വരിക. കോണ്ടന്റ് നമ്പേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എസ്സിന് എന്താണ് എൽ വാല്യൂ,
പിക്ക് എന്താണ് എൽ വാല്യൂ വരിക, ഡിക്ക് എന്താണ്, എഫിന് എന്താണ് എൽ വാല്യൂ വരിക. കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്കെച്ച് ഔട്ട് ചെയ്യുക. ഇത്രയാണ് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കേർവ്സിൽ ഉള്ളത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആംഗുലാർ ഡിപ്പെൻഡൻസ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ആംഗുലാർ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പം ആംഗിളിൻ്റെ കേസിൽ, സോ ആംഗുലാർ വേവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പം ദ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം in terms of spherical polar coordinates is expressed also in terms of angular wave functions. ആ ആംഗുലാർ വേവ് ഫങ്ഷൻസ് എടുക്കുക. എന്താണ് phi lm ഇൻറ്റു തീറ്റ lm ഇൻറ്റു phi m ആണല്ലോ. ദാറ്റ് represents what? It is the angular part of the wave function. ഇത് ആംഗുലാർ പാർട്ടാണ്. അതായത് അതെന്താണ്, ഫ്രം ദാറ്റ് what we are getting the idea is we are getting an idea about the visualizations of boundary surface, that it contain 90% of electron density. 90% ആയിട്ടുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിൻ്റെ പ്രോബബിലിറ്റി ഇത്രയും സ്പേസിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ, പിൻ്റെ കേസിൽ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 3 ലോബ്സ്. എക്സിലോട്ട്, പിന്നെ വൈയിലോട്ട്, പിന്നെ സെഡിലോട്ടാക്കിയിട്ട് 3 ലോബ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലോബിൽ നിന്ന് എന്താണ് ഐഡിയ കിട്ടുന്നത്? ഇലക്ട്രോൺസ് അവിടെ 90% ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയയിലായിരിക്കും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ബോൾ പോലെ റെപ്രസെൻറ്റ് ചെയ്തു എന്ന് മാത്രം. ജസ്റ്റ് അതൊരു ഈ ഒരു ഏരിയ ആയിരിക്കും, ചിലപ്പം ഈ ഒരു ഏരിയ ഉണ്ടാകത്തായിരിക്കും ഇലക്ട്രോണെ കാണുന്നുള്ള 90% പ്രോബബിലിറ്റി ഉണ്ടാവാം. അപ്പോൾ അവരെന്ത് ചെയ്തു, അതിനെ വരക്കാനുള്ള എളുപ്പത്തിന് ജസ്റ്റ് അങ്ങനെ പ്ലോട്ട് ചെയ്തു. അപ്പം അത് 2px എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി വൈ ഡയറക്ഷനിലാണെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സ് പറയുമ്പോഴും ഇതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2py എന്ന് പറയുമ്പം ആ വൈ ഡയറക്ഷനിലായിരിക്കും, മറ്റേത് സെഡ് ഡയറക്ഷനിലായിരിക്കും. എന്ത് കൂടുതൽ ചാൻസസ് ഫോർ probability to find the electron in 3 different orientations. That is for m value എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? എൽ വാല്യൂ എന്ന് പറയുന്നത് ഷേപ്പാണ്. എസ് പി ഡി എഫ് അല്ലേ, ഷേപ്പ് പറഞ്ഞു. അപ്പോൾ എം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എസ്സിന് എം വാല്യൂ 0 ആണ് ഇല്ലേ, കാരണം എന്താ, എൽ വാല്യൂ തന്നെ 0 ആണ് എസ്സിന്. അപ്പോൾ എം വാല്യൂ 0 ആണ്. അപ്പോൾ അതിന് പ്രത്യേകം ഒന്നും പറയാനില്ല, അതിന് ഓറിയൻറ്റേഷൻസ് പറയാനില്ലല്ലോ, കാരണം എൽ വാല്യൂ തന്നെ 0 ആണ്, പിന്നെ എം വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ഓറിയൻറ്റേഷൻസ് പറയാനില്ല, നിങ്ങൾക്കറിയാം അത് സ്പെറിക്കൽ ഷേപ്പാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ആണ് പി ഓർബിറ്റലിൻ്റെ കേസാണ് പിന്നെ ഉള്ളത്. പി ഓർബിറ്റലിൻ്റെ കേസിൽ പറയുമ്പം പി ഓർബിറ്റലിന് L is equal to 1 ആണ്. L is equal to 1 എന്ന് പറഞ്ഞു. So that is having m can have values from -L through 0 plus L. അപ്പോൾ എന്തൊക്കെ വാല്യൂസ് വരാം? -1 0 +1 വരാം. ഓക്കെ, -1 0 +1 ഇത് 3 വരാം. ഓക്കെ, അപ്പം ഇത് 3 വരുമ്പം എന്തായിരിക്കും, ഇത് 3 ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനാണ് കാണിക്കുന്നത്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്ത് ഐഡിയ ആണ് നമുക്ക് ആ എം എന്ന് കിട്ടുന്നത്? എം gives an idea about the orientations. That is, there are 3 different orientations possible for p orbitals. ഈ p എന്ന് പറയുന്ന ഓർബിറ്റൽസിന് 3 ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. That we are plotted here like this. That is 2px, 2py, 2pz. ഈ 2px, 2py, 2pz എങ്ങനെയാണ് വരക്കുന്നത് മനസ്സിലായില്ലേ? ജസ്റ്റ് എക്സ് ആക്സിസിൽ ത്രൂ ഔട്ട് വരക്കുക, പിന്നെ 2py എന്ന് പറയുമ്പം വൈ ആക്സിസിൽ ത്രൂ ഔട്ട് 2pz, അവിടെ ആയിരിക്കും കൂടുതൽ പ്രോബബിലിറ്റി. അപ്പം ആ ഇലക്ട്രോൺസിന് ഇത്രയും ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ പി ഓർബിറ്റലിന് 3 ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ആണ്. ഇത്രയും ലോബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഇത്രയും ലോബിൽ ഇലക്ട്രോൺസ് പോകാം. അതാണ് ഇവിടുന്ന് ഈ ഒരു ഐഡിയയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇതിനെ പറയും പി ഓർബിറ്റൽ എന്ന് പറയുമ്പം പി ഓർബിറ്റൽ റിസംബിൾസ് ദാറ്റ് ഓഫ് എ ഡംബ് ബെൽ ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പിൻ്റെ പേരാണ് ഡംബ് ബെൽ ഷേപ്പ്
dumbbell shape with elongated lobes. Okay, dumbbell with elongated lobes. Elongated lobes. Dumbbell shape എന്നാണ് ഇതിന് പറയാം. Okay, lobes, px being directed along x-axis and py along y-axis and pz along z-axis. Okay. ഇനി നെക്സ്റ്റ് ഡീൻ്റെ കേസിൽ നോക്കാം. അപ്പോൾ ഡീൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം 5 ഓറിയൻറ്റേഷനാണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ 5 ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പം എൽ ക്യാൻ ഹാവ് വാല്യൂ 2. എൽ ഇസ് ഈക്വൽ ടു 2 ആണ്. ഇത് ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ ഇസ് ഡി. ഡി എന്ന് പറയുമ്പം എൽ ഇസ് ഈക്വൽ ടു 2 ആണ്. സോ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ ഇസ് ഡി സബ്ഷെൽ. അതിൽ എത്ര ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ പോസിബിൾ ആണെന്ന് കണ്ടുപിടിക്കാൻ എമ്മിൻ്റെ വാല്യൂ ഉപകരിക്കും. അപ്പോൾ എമ്മിന് എത്ര വാല്യൂസ് ഉണ്ട്? -2, -2, -1, 0, +1, +2. എത്ര? 5 ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ആർ പോസിബിൾ. എം ക്യാൻ ഹാവ് വാല്യൂസ് ഫ്രം -L ടു ത്രൂ 0 ടു +L. അപ്പം -2, -1, 0, +1, +2 ആയിരിക്കും. അപ്പം ഇത്ര ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ്. സോ ഇതിങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോഡൽ പ്ലെയിൻസ് റെപ്രസെൻ്റ് ചെയ്തിട്ട് കാണുന്നുണ്ടാവും നടുക്ക്. അതെന്താണ് നോഡൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്സിസിൻ്റെ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരിക്കലും ഇലക്ട്രോണിനെ കാണില്ല. ഈ ഒരു സ്പെറിക്കൽ ബോൾസിൻ്റെ ഇവിടെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത ഇങ്ങനെയാണ്. എപ്പോഴും ഈ ഒരു ലോബിലായിരിക്കും ഇലക്ട്രോൺ കാണുന്നുണ്ടാവുക. ഈ ഒരു പ്ലെയിനിലോ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് നോഡൽ പ്ലെയിൻ എന്ന് കൊടുത്തിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ ഓഫ് ഡി ഓർബിറ്റൽ. ഓക്കെ, ഓറിയൻറ്റേഷൻ ഓഫ് ഡി ഓർബിറ്റൽ. ഓറിയൻറ്റേഷൻ ഓഫ് ഡി ഓർബിറ്റൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഡി ഓർബിറ്റലിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നോക്കുക ജസ്റ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത്? ഈ ലോബ്സ് വെച്ചിട്ടാണ് പ്ലസ് മൈനസ് ടൂൺസിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, പ്ലസ് എവിടെയൊക്കെ വരും, മൈനസ് എവിടെയൊക്കെ വരും എന്നുള്ളത് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ എല്ലാവരും എന്താണ് 2 ഡയമെൻഷണൽ മോഡിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഡയമെൻഷണൽ മോഡിൽ വരക്കുമ്പം DXY എന്ന് പറയുന്നത്, ഞാൻ ഒരെണ്ണം മാത്രം വരച്ച് കാണിച്ചു തരാം. DXY എന്ന് പറയുന്നത് എങ്ങനെ വരിക? ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയും ഈ ഒരു രീതിയിൽ ഇതിനെയാണ് വരക്കുന്നത്. DXYനെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, അപ്പോൾ DXY 3DXY എന്ന് പറയുമ്പം the x-axis, the y-axis. Where is the z-axis then? Z-axis is facing here. Z-axis. Okay. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ദറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ദ ആംഗുലാർ പ്ലോട്ട്സ് ഫോർ ദ ഡയഗ്രംസ്. അപ്പം ആംഗുലാർ പ്ലോട്ട് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അത് 1s കേസിലും വരക്കും, 2s കേസിലും 1s കേസിലും 2s കേസിലൊക്കെ വരക്കാം. സെയിം തന്നെ ആയിരിക്കും. പിന്നെന്താ PX, PY, PZ കേസിലും വരക്കും. ഈ ഒരു റെപ്രസെൻറ്റേഷൻ 2 ഡയമെൻഷനലി ടെക്സ്റ്റ് ബുക്കിൽ വരക്കും. അതേപോലെ 3D കേസിൽ വരക്കും, 3D Z² കേസിലും വരക്കും. ഇനി F ഓർബിറ്റൽസും കൂടെ ഉണ്ട്. ജസ്റ്റ് നോക്കുക. F ഓർബിറ്റലിന് L വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. The M values are -3, -2, -1, 0, +1, +2, +3. Corresponding to 7 F orbitals are possible. 7 F orbitals possible ആണ്. ഇതാണ് 7 different orientations. ഓക്കെ, ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പൊതുവെ വരക്കാറില്ല. D വരെയാണ് എക്സാംസിനും ചോദിക്കാറുള്ളത്. പക്ഷേ ഈ ഇത്രയും ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് പഠിച്ചിരിക്കണം. FZ3, FXZ2, FYZ2, FXYZ. ഈ ഒരു
7 orbitals. That is the orientation. ആക്ച്വലി ഈ ഒരു ഓർബിറ്റൽസ് ഇതൊക്കെ ഇങ്ങനെ വന്നു എന്നുള്ളത് ഒരു ഡൗട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുകയാണല്ലോ ക്വാണ്ടം മെക്കാനിക്സ്. ഇതൊക്കെ എങ്ങനെയാണ് XYZ വന്നത്, അല്ലെങ്കിൽ x2 - 3y2 എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് എന്നുള്ളത് വലിയൊരു ഡൗട്ടാണ്. ഈ ഓർബിറ്റൽസ് തന്നെ ഇത്രയും ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ഇത് തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്, തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തതാണ് ഡെറിവേഷൻ വഴി. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പം ഈ ഒരു ഡെറിവേഷൻസ് ഒക്കെ അവിടെ പഠിക്കും. അത് തിയറിറ്റിക്കൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലുള്ള കാര്യങ്ങൾ തിയറിറ്റിക്കൽ നോളേജ് ആണല്ലോ, തിയറിറ്റിക്കൽ കെമിസ്ട്രി ആണല്ലോ ക്വാണ്ടം കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറിറ്റിക്കലി പ്രൂവ് ചെയ്ത ഓറിയൻറ്റേഷൻസ് ആണ് ഇത്രയും 7 ഓറിയൻറ്റേഷൻസ്, അതിനുള്ള പേരുകളാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഓറിയൻറ്റേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, ഇത് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഫൈൻ. ഇനി ജസ്റ്റ് പ്ലോട്ട് വരച്ചു നോക്കുക. ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട്. ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് വരയ്ക്കുമ്പം ജസ്റ്റ് എന്താണ്, ഇവിടെ റേഡിയൽ ഡിസ്റ്റൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്താണ് കൊടുക്കുക, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ആണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ, ആ ഫംഗ്ഷൻ്റെ സ്ക്വയർ എടുക്കണം. സപ്പോസ് ആ ഫംഗ്ഷനെ നമ്മൾ ALM എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. എന്താണ് ALM എന്ന് പറയുന്നത്, ആംഗുലാർ പാർട്ട് ഓഫ് ദാറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റത്തിനെ പറയും ALM എന്ന് പറയും. ഈ രണ്ടിൻ്റെയും പ്രൊഡക്റ്റിനെ എന്ത് പറയും, ALM എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കേണ്ടി വരും. സപ്പോസ് അതിൻ്റെ സ്ക്വയർ ആണ് എന്താണ് ആംഗുലാർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ വെച്ചിട്ടായിരിക്കും വരക്കുന്നുണ്ടാവുക. ബട്ട് in most of these case angular plots are not distributed like this. കാരണം ആംഗുലാർ പ്ലോട്ട്സിൽ ഈ ഒരു രീതിയിൽ വരക്കുമ്പം എന്താ സംഭവിക്കുക, പിന്നെ ഫുൾ 3-dimensional representation ആയതുകൊണ്ട് എന്ത് വരും, it is very difficult to plot such a diagram graphically. ആ ഒരു 3-dimensional പ്ലോട്ട് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പ്രോബബിലിറ്റിയിൽ വരക്കുകയാണെങ്കിൽ. സോ വി ആർ ഓൺലി പ്ലോട്ടിങ് ദ ഷേപ്പ് ഓഫ് ദോസ് ഓറിയൻറ്റേഷൻസ്. ആ ഓറിയൻറ്റേഷൻ DXY ആണെങ്കിൽ PX, PY, PZ ആണെങ്കിൽ അലോങ് 2-dimensional പ്ലോട്ടാണ് വരക്കുന്നത്. അപ്പോൾ ആംഗുലാർ പ്ലോട്ട് ജസ്റ്റ് ഒരു 2-dimensional പ്ലോട്ടായിട്ടാണ് വരക്കുന്നത്. ഓക്കെ, സോ ആംഗുലാർ പ്ലോട്ട് PXൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് വരക്കാം. PXൻ്റെ കേസിൽ 2PX ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് Y, this is X. 2PX എന്ന് പറയുമ്പം Xൻ്റെ ആ ആക്സിസിനോട് ചേർന്നിട്ടായിരിക്കും വരക്കേണ്ടത്. ഓക്കെ, Xൻ്റെ ആക്സിസിനോട് ചേർന്നിട്ട് ഈ ഒരു രീതിയിൽ വരച്ചാൽ മതി. ഇങ്ങനെ ഇത് Z ആണ് കേട്ടോ, ഒരു ആക്സിസ് Z രീതിയിലാണ്. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ കൊടുക്കാം, ഇത് പ്ലസ് ലോബ്. 1 is മൈനസ് ലോബ് ആൻഡ് 1 is പ്ലസ് ലോബ്. ഇനി 2PY എങ്ങനെയായിരിക്കും വരക്കുക, വൈയിലോട്ട് കൊടുക്കുക. ഓക്കെ, വൈയിലോട്ട് കൊടുക്കുക. ഇനി Z ആണെങ്കിലോ, 2PZ ആണെങ്കിൽ ഇത് Z അല്ലേ, Z-ലോട്ട് കൊടുക്കുക. ഇത് പോസിറ്റീവ് സൈൻ കൊടുക്കുക, ഇത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. 2PZ ആണിത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ DXY, DYZ, DXZും കൂടെ വരക്കുക. സോ DXY നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി YZ എന്ന് പറയുമ്പം so we are plotting in between axes. Okay, this is X and this is Z and this is Y. Then 3 ആണ് 3DYZ വരയ്ക്കുമ്പം
വൈയും സെഡും. So in between y and z we have to plot this. In between y and z. So one is along here, another one is along here, next is along here, another one is along here. Put your sign also this. Okay. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആക്സിസ് ആണ്, ഒരിക്കലും ആക്സിസിൻ്റെ മുകളിലോട്ട് കൊടുക്കരുത്. അത് പി എക്സും പി വൈയും പി സെഡും ആണ് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇതെന്താണ്? ഇൻ ബിറ്റ്വീൻ ആക്സിസ് ആണ്. ഓക്കെ. So this is all about the radial distribution curves and the angular distribution plot. ഇന്ന് ഡിസ്കസ് ചെയ്തത് റേഡിയൽ ആൻഡ് ആംഗുലാർ ഫംഗ്ഷൻ എന്താണെന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. പിന്നെ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് റെപ്രസെൻ്റ് ചെയ്തു. അത് പ്ലോട്ട് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു. പ്ലോട്ട് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളത് അത് ബൈ ഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്ലോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്ലോട്ട് ചെയ്യാം. പിന്നെ ആംഗുലാർ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട്സ്, ദറ്റ് ഈസ് ആ പ്ലോട്ട് 3 ഡയമെൻഷണൽ പ്ലോട്ട് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 2 ഡയമെൻഷനലി എങ്ങനെയാണ്. 3 ഡയമെൻഷണൽ പ്ലോട്ട് ഞാൻ കാണിച്ചു തന്നു. ആ 3 ഡയമെൻഷണൽ പ്ലോട്ട് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാണ് 2 ഡയമെൻഷനലി. ഓക്കെ, ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി എഫ് ഓർബിറ്റൽസിൻ്റെ കേസിലുള്ള പ്ലോട്ടുകളുണ്ട്, അത് വരക്കാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, ബുദ്ധിമുട്ടാണ്. അത്ര ഫുൾ റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് 2 ഡയമെൻഷനലി റെപ്രസെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വരക്കണം എന്നില്ല. ജസ്റ്റ് ഡി വരെ, ഡി ഈസ് ഇനഫ് for you all. So this is all about these topics. So let us wind up this section. Thank you.